കണസ കൊണസ അവാർഡ്സ് 2025 എല്ലാ മാന്യ പ്രേക്ഷകർക്കും സ്വാഗതം. സോ നമ്മുടെ ആദ്യത്തെ അവാർഡ് അനൗൺസ് ചെയ്യുന്നത് ആർക്ക് വേണ്ടിയായിരിക്കും? യു ഗൈസ് ഹാവ് എനി ഗസ്? ഞങ്ങൾക്ക് അറിയത്തില്ല. അവിടെ ഇവിടെ ഞങ്ങൾക്ക് അറിയത്തില്ല ആരാന്ന് പറയാ. സാരമില്ല, ഞാൻ നിങ്ങൾക്ക് ചെറിയൊരു ക്ലൂ തരാം. മഞ്ജു വാര്യർ എന്ന വൻമരം വീണു. പകരം ആരെന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരം. ആരാണ് അയാൾ? ഞാൻ വേറൊരു ക്ലൂ തരാം. നിങ്ങൾ ആദ്യത്തെ പേര് പറഞ്ഞാൽ മതി. പറയാം. രേഖയിലുണ്ട്, ബിന്ദുവിലില്ല. ആണുങ്ങളിലുമുണ്ട്, പെണ്ണുങ്ങളിലുമുണ്ട്. ഇൻസ്ട്രുമെന്റ് ബോക്സ് ആണോ? ഇൻസ്ട്രുമെന്റ് ബോക്സാ? ആ, രേഖയും ബിന്ദുവും വരയ്ക്കുന്ന ഇൻസ്ട്രുമെന്റ് ബോക്സിലെ സാധനം വെച്ചല്ലേ? അത് ആണുങ്ങളുടെയിലും പെണ്ണുങ്ങളുടെയിലും ഉണ്ടല്ലോ. മായിച്ചാളാ, എല്ലാം മായിച്ചാളാ. ഞാൻ തന്നെ ഇൻവൈറ്റ് ചെയ്തോളാം. അവതാരപ്പിറവിയുടെ സകല അഭിനയ പാടവങ്ങളും ആവാഹിച്ച ആ മൂർത്തിക്ക് ഇന്ന് പേര് രേണു സുധി. ദാ കാണ്. ശൃംഗാരം, കരുണം, വീരം, രൗദ്രം, ഹാസ്യം. ഇതെന്നാ പുട്ടുപുഴുങ്ങിയാണ് ഈ അവാർഡ്. എടാ ഇറങ്ങിപ്പോടാ, നീയൊക്കെ പണ്ട് ഇവിടെ ഇപ്പൊ എല്ലാ സുധിച്ചേട്ടന് വേണ്ടിയാന്ന് ഓർക്കുമ്പോഴാ. തൈര്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. അവാർഡാണല്ലോ വിഷയം. ആരുടെ അവാർഡ്? നമ്മുടെ രേണുക്കാട് അവാർഡ്. എന്തിനാ അവാർഡ് കൊടുത്തതെന്നൊന്നും ആരും ചോദിക്കരുത്. കാര്യം കൊടുത്തവർക്ക് പോലും അറിയത്തില്ല എന്തിനാ അവാർഡ് കൊടുത്തതെന്നുള്ളത്. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ രേണുസുധിയുടെ മൂത്ത മകനായിട്ടുള്ള കിച്ചു ഋതപ്പനെ കാണാൻ വേണ്ടി കഴിഞ്ഞ ദിവസം പോയിട്ടുണ്ടായിരുന്നു. ഒരു വ്ലോഗ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ഒരു വീഡിയോ കണ്ടപ്പം എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ ബന്ധുക്കളുടെ ഒക്കെ വീട്ടിലോട്ടൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മളൊരു വിരുന്നുകാരായിട്ട് അല്ലെങ്കിൽ ഒരു ഗസ്റ്റ് ആയിട്ടായിരിക്കും നമ്മൾ അങ്ങോട്ടേക്ക് പോവുക. അതേ ഫീലായിരുന്നു കിച്ചു ഋതപ്പനെ കാണാൻ വേണ്ടി ആ ഒരു വീട്ടിൽ വന്നപ്പോഴത്തേക്കിന് എനിക്ക് പേഴ്സണൽ ഫീൽ ചെയ്തത്. കാര്യം ഒരു വിരുന്നുകാരനെ പോലെ വരുന്ന പോലെ, ഒരു ഗസ്റ്റിനെ പോലെ വരുന്ന പോലെയാണ് എനിക്ക് ആ ഒരു വ്ലോഗ് കണ്ടപ്പോൾ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആ വ്ലോഗിനകത്ത് കാണിച്ചിരിക്കുന്ന ചില കാര്യങ്ങളൊക്കെ മനഃപൂർവ്വം കാണിച്ചതാണോ എന്നൊന്നും നമുക്കറിയത്തില്ല. എന്നാലും കുഴപ്പമില്ല. കാരണം നമ്മുടെ കൊല്ലം സുധിച്ചേട്ടൻ ലാപ്ടോപ്പ്, ഒച്ചപ്പാടും ബഹളവും പലതും മനസ്സിൽ കിടക്കൂടെ. നമുക്കതൊന്നും നോക്കേണ്ട കാര്യമില്ല. എന്തായാലും ആ ഒരു വീഡിയോക്കകത്ത് പറയുന്ന കാര്യങ്ങളും അതിനുശേഷം രേണുസുധി കൊടുക്കുന്ന മറുപടിയൊക്കെ നമുക്ക് ഇതിനകത്ത് കേൾക്കാം. ആൻഡ് ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു റിയാക്ഷൻ വീഡിയോ അല്ല, ഇതൊരു റോസ്റ്റിംഗ് വീഡിയോ ആണ്. സോ ഷാൾ വി സ്റ്റാർട്ട് അവർ കുക്കിംഗ്? എന്തോ നീ തപ്പുന്ന? ആരുടെ? അച്ഛന്റെ. എന്തോ ട്രോഫി? പാട്ട് പാടിയ ട്രോഫി. കുറെ ട്രോഫികൾ, 10,000 ട്രോഫികളുണ്ടോ? അതാ നോക്കൂ സുഹൃത്തുക്കളെ, നമ്മുടെ സുധിച്ചേട്ടന് കിട്ടിയിരിക്കുന്ന ട്രോഫി അവാർഡും കാര്യങ്ങളൊക്കെയാണ് ആ ഒരു കട്ടിലിൻ്റെ അടിയിൽ നമ്മുടെ രേണുവൊക്കെ കൊണ്ടുവച്ചേക്കുന്നത്. ഞാൻ മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ഞാൻ രേണുവൊക്കെയുടെ ഭയങ്കര ഒരു ഡൈഹാർഡ് ഫാനാണ്. കാരണം എന്തിനാണ് എല്ലാവരും കൂടി ഇങ്ങനെ വേദനിപ്പിക്കണേ? കാര്യം കുറേ ആൾക്കാർ സുധിച്ചേട്ടൻ്റെ ഈ ട്രോഫിയാണെങ്കിൽ കട്ടിലിൻ്റെ അടിയിൽ കൊണ്ടുവച്ചെന്ന് പറഞ്ഞുകൊണ്ട് ഭയങ്കരമായിട്ട് അങ്ങ് രേണുസുധിനെ അങ്ങ് വിമർശിക്കുവാണ്. എന്തിനാണ് അങ്ങനെ ചെയ്യുന്നത്? അങ്ങനെ ചെയ്യാൻ പാടില്ല കേട്ടോ. അപ്പോഴും നിങ്ങൾ ആലോചിച്ച് നോക്കണം, നമ്മുടെ രേണുവൊക്കേൻ്റെ അവാർഡും ട്രോഫിയൊക്കെ എവിടെ കൊണ്ടുവച്ചേക്കുന്നതെന്നുള്ളത് നമുക്കിനി അതോടൊന്ന് കാണാം. ഓഹോ, ഫുഡ് കഴിച്ചോ? ഓഹോ, വാവ്! രേണുവൊക്കെയുടെ ട്രോഫിയൊക്കെ അവിടെ ഇരിക്കുന്ന ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നുണ്ടോ? ഭയങ്കര അടുക്കും ചിട്ടയോട് കൂടി തന്നെ ഫ്രണ്ടിൽ കൊണ്ടുവച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ സുധിച്ചേട്ടൻ്റെ ട്രോഫി മാത്രം കട്ടിലിൻ്റെ അടിയിൽ. അതെന്നാ പറ്റി അങ്ങനെ? അങ്ങനെയൊന്നും നിങ്ങൾ ചിന്തിക്കാൻ പോലും പാടില്ല. കാര്യം സുധിച്ചേട്ടൻ മരിച്ചു പോയില്ലേ. ഞാൻ സുധിച്ചേട്ടൻ്റെ തണലല്ല ജീവിക്കുന്ന രേണുവൊക്കെ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതല്ലേ പറഞ്ഞ സുധിച്ചേട്ടൻ മരിച്ചുപോയി, ഇതുവരെ തണലിലായിരുന്നു. മരിച്ചുപോയ ആളുടെ തണലിൽ ജീവിക്കാന്ന് പറഞ്ഞാൽ അതൊരു രേണുവിന് സ്വന്തം അഡ്രസ് ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ രേണു എന്നുള്ള ഒരാളുണ്ടായിരുന്നു, അഡ്രസ്സും ഉണ്ടായിരുന്നു. മഞ്ജു വാര്യർ അങ്ങോട്ട് മാറി നിൽക്കും. നമ്മൾ അഭിനയ കുലപതി, അപ്പൊ നമുക്ക് അവാർഡൊക്കെ കിട്ടും. അത് ഫ്രണ്ടിലല്ലേ വെക്കേണ്ടത്. സുധിച്ചേട്ടൻ ആരാണ്? കേവലം ഒരു ആർട്ടിസ്റ്റ് മാത്രമാണ് അല്ലേ? അതിനപ്പുറത്തേക്ക് ജനഹൃദയങ്ങളിൽ, മലയാളി മനസ്സുകളിൽ ഒരുപാട് ഹൃദയം കവർന്നേക്കുന്ന ഒരു വ്യക്തിയാണ് രേണുസുധി. അപ്പൊ അങ്ങനെയുള്ള രേണുസുധിയുടെ, രേണുവൊക്കേൻ്റെ ആണെങ്കിൽ ഈ ട്രോഫികളൊക്കെ പിന്നെ എവിടെയാണ് കൊണ്ട് വെക്കേണ്ടത്? നിങ്ങൾ പറ. ഞാനിത് പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കുറേ നാളുകൾക്ക് മുന്നേ, അന്ന് സുധിച്ചേട്ടൻ മരണപ്പെട്ടതിനൊക്കെ ശേഷമാണെങ്കിൽ അന്ന് സുധിച്ചേട്ടൻ്റെ ട്രോഫിയൊക്കെ എവിടെ ഇരുന്നേന്നുള്ളത് നിങ്ങൾക്ക് അറിയാമോ? അതുകൊണ്ടൊന്നും നിങ്ങൾ കണ്ടോ? അന്ന് ഫ്രണ്ടിൽ തന്നെ ഉണ്ടായിരുന്നു നമ്മുടെ സുധിച്ചേട്ടൻ്റെ ട്രോഫി കാര്യങ്ങളൊക്കെ, അല്ലെങ്കിൽ അവാർഡ് കാര്യങ്ങളൊക്കെ. ഇപ്പോൾ അന്നത്തെ രേണുസുധി അല്ല ഇന്നത്തെ രേണുസുധി. ഒരുപാട് വളർന്നു, അഭിനയ കുലപതിയായി. വേണ്ടടാ, ഫൈസും കേസ് ഇത് അറിഞ്ഞാലുണ്ടല്ലോ. അയ്യോ എനിക്ക് പേടിയാവും. അങ്ങനെയുള്ള ഒരാളെ കുറിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെയാണ് ഇങ്ങനെ വിമർശിക്കാൻ തോന്നുന്നത്? ആ ഒരു വ്യക്തിയുടെ ട്രോഫി വീടിന്റെ ഫ്രണ്ടിലല്ലേ വെക്കേണ്ടത്?
പിന്നെ എവിടെയാണ് കൊണ്ട് വെക്കേണ്ടത്? എന്തിനാ ഇങ്ങനെ വേദനിപ്പിക്കണേ? ഏട്ടനെ സ്നേഹിക്കണം, എൻ്റെ ഏട്ടനെ സ്നേഹിക്കണം. ഇനി എന്ത് കൊടുത്താലും, വീട് കൊടുത്താലും എന്ത് കൊടുത്താലും എനിക്കല്ല, എനിക്കും എൻ്റെ പിള്ളേർക്ക് അത് ഏട്ടനുള്ളതാണ്. എൻ്റെ സുധിച്ചേട്ടന് താമസിക്കുന്ന വീടായിരിക്കണം അത്. സുധിച്ചേട്ടനുണ്ട്, സുധിച്ചേട്ടനായിരിക്കണം ആ വീട്. എൻ്റെ രോമം വരെ എണീച്ച് ഇന്ന് കരയുക. അതായത് ഇവരെന്നെ പറയുന്നുണ്ട് എൻ്റെ മക്കളുടെയും വീടല്ല, സുധിച്ചേട്ടൻ്റെ വീടാണ്. പക്ഷേ സുധിച്ചേട്ടൻ്റെ വീടെന്ന് പറയുമ്പോൾ പോലും അവർ കൃത്യമായിട്ട് പാലിച്ചിരിക്കുന്ന ഒരു കാര്യമുണ്ട് ഇതിനകത്ത്, എൻ്റെ മക്കളുടെയും വീടല്ല. കാര്യം ഇപ്പോൾ അവിടെ വന്ന് താമസിക്കുന്ന തൻ്റെ സഹോദരി ബാക്കിയുള്ള അംഗങ്ങളൊക്കെയാണ് അവിടെ വന്ന് താമസിക്കുന്നത്. പറഞ്ഞ വാക്കൊന്നും ഇവിടെ നമ്മുടെ രേണുവൊക്കെ ധരിച്ചിട്ടൊന്നുമില്ല, പറഞ്ഞോലും ചെയ്തില്ലേ. പിന്നെ സുധിച്ചേട്ടൻ്റെ വീടാണ്, അങ്ങനെ തന്നെ വേണമെന്നൊക്കെ അന്ന് കരഞ്ഞ് പറഞ്ഞെങ്കിൽ കൂടി ഇന്ന് രേണുവൊക്കെ ആരെടാ വളർന്നിടാ, പിന്നെ എവിടെ കൊണ്ട് വെക്കേണ്ടുന്നത്? നിങ്ങളുടെ രേണുവെക്കാനെ പറ്റിയിട്ട് ഇനി ആരെങ്കിലും യഥാവത് സൊന്ന എന്ന് തന്നെയാണെങ്കിലും ഒരു അവാർഡിനെ ചൊല്ലിയുള്ള വിവാദങ്ങൾക്കൊക്കെ ആണെങ്കിൽ നമ്മുടെ രേണുവെക്ക തന്നെ മറുപടി കൊടുക്കുന്നുണ്ട്. നമുക്ക് അതുകൂടെ ഒന്ന് കേൾക്കാം. കിച്ചു ഞാനില്ലായിരുന്നു, അപ്പം കിച്ചുൻ്റെ വ്ളോഗിൽ വന്നിട്ട് എടുത്താണ് വീടൊക്കെ എടുത്തപ്പോൾ. മഴയൊക്കെയാണ്, പിള്ളേരൊക്കെ ഓടി നടക്കുന്നത്. അപ്പം നമ്മൾ എത്ര അടുക്കി വെച്ചാലും വീട് അതുപോലെയൊക്കെ നമ്മുടെ പിള്ളേരുള്ളവർക്ക് അറിയാം. ചേച്ചിയുടെ മക്കളും ഇവനും ഋതപ്പനൊക്കെ കുഞ്ഞു പിള്ളേരാണ്. അപ്പം ഋതപ്പനൊരു ആ ഒരു കുഞ്ഞു കളിയുടെ പ്രായമാകും. എൻ്റെ ഫോണും അതുപോലെ നല്ല സാധനങ്ങളൊക്കെ പാത്ത് കൊണ്ടുപോയി കളയാനൊക്കെ നശിപ്പിക്കും, കുഞ്ഞു വെച്ചല്ലേ. അപ്പം അതുപോലെ സുധിച്ചേട്ടൻ്റെ കുറേ അവാർഡുകളുണ്ട്. അപ്പം നമ്മൾ പഴയ വീട്ടിലാണെങ്കിൽ വെക്കാനുള്ള ചെറിയ വീടാണ് സ്ഥലം ഉണ്ടാകും. ഇതിപ്പോൾ അങ്ങനെ നമുക്ക് അറേഞ്ച് ചെയ്തിട്ടില്ല. അപ്പം അതവിടെ ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞ് അതെടുത്ത് തല്ലിപ്പൊട്ടിക്കും. അപ്പം ആ പ്രായമാണ്, ഏജാണ്. അപ്പം പാത്ത് കൊണ്ട് തല്ലി പൊട്ടിക്കും കളിക്കുമ്പം. അപ്പം അതുകൊണ്ട് കുഞ്ഞിനെ പേടിച്ചിട്ട് ഞാനതെല്ലാം എടുത്ത് സൂക്ഷിച്ചൊരു ചാക്കിൽ ഇത് ചെയ്ത് എന്റെ ബെഡിന്റെ അടിയിൽ, അവിടെ വേറെ സ്ഥലങ്ങൾ അവിടെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ച് വെച്ച സാധനമാണ്. ഞാൻ അതിന്റെ കുഞ്ഞ് അത് എടുക്കുന്നൊന്നും എനിക്കറിയില്ലായിരുന്നല്ല. കുഞ്ഞിനെ പേടിച്ചിട്ടാട്ടോ, ആരും തെറ്റിദ്ധരിക്കാതിരിക്കല്ലേ. കാരണം ചാക്കിനകത്താക്കിയിട്ട് കെട്ടിപ്പൂട്ടിയിട്ടാണ് ഇത് കട്ടിലടി കൊണ്ട് വെച്ചേക്കുന്നത്. കുഞ്ഞിനെ പേടിച്ചിട്ട് മാത്രമാണ് കേട്ടോ, ആരും തെറ്റിദ്ധരിക്കാതിരിക്കല്ലേ. അപ്പോഴും നമ്മുടെ രേണുവക്കയുടെ ട്രോഫികൾ ഇങ്ങനെ വീടിന്റെ ഫ്രണ്ട് ഇങ്ങനെ മുന്നാരത്ത് കൊണ്ട് വെച്ചിട്ടുണ്ട്, അടിക്ക്. പക്ഷെ അതൊന്നും ആ കുഞ്ഞ് തൊട്ടിട്ടില്ല. കാരണം ആ കുഞ്ഞിനറിയാം മലയാളി മനസ്സുകളുടെ ഹൃദയം കീഴടക്കിയേക്കുന്ന താരസുന്ദരിയാണ് നമ്മുടെ രേണുവക്ക. അങ്ങനെയുള്ള ഒരാളുടെ അവാർഡ് വെച്ചിട്ട് ആരെങ്കിലും കളിക്കുമോ? അതല്ലെങ്കിൽ തറയിട്ട് പൊട്ടിക്കുമോ? ഇല്ല, ചെയ്യില്ല. അതങ്ങനെയാണ്. അത് എന്താണ് നിങ്ങളാരും മനസ്സിലാക്കാത്തത്? നമ്മുടെ സുധിച്ചേട്ടൻ എന്തായാലും നമ്മുടെ രേണുവക്കയുടെ അത്രയും വളർന്നൊരു വ്യക്തി ആയിരുന്നില്ല. അപ്പം നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വേദനിപ്പിക്കണേ? എന്റെ അവാർഡ്സ് എന്ന് പറഞ്ഞാൽ ഈയിടെ കിട്ടിയ അവാർഡുകളാണ്. അതെല്ലാം വരുമ്പോൾ എന്റെ ഭാഗ്യം എടുത്ത് അവിടെ വെക്കുന്നതല്ലാതെ അതൊരു ഷോ ആയിട്ടോ ഒന്നും വെച്ചല്ല. സുധിച്ചേട്ടൻ്റെ അവാർഡ് എടുത്ത് ഞാൻ കളഞ്ഞൊന്നുമല്ല. അതാണ് നമ്മുടെ രേണുവൊക്കെ എന്ന് പുറത്തിറങ്ങിയാലും അപ്പൊ അവാർഡാ. ഇപ്പം ഒരു ചായ കുടിക്കാൻ നമ്മൾ വെളിയിലോട്ട് ഇറങ്ങിയിരിക്കട്ടെ, ചായക്കടയിൽ നിന്ന് അവാർഡാ. നമ്മൾ വേറെ ഏതെങ്കിലും സ്ഥലത്തോട്ട് പോയി കല്യാണത്തിന് പോയെന്നിരിക്കട്ടെ, അവിടുന്ന് അവാർഡാ. അങ്ങനെ സകലമാന അവാർഡ്, സർവത്ര അവാർഡാണെന്നേ. ഇതൊക്കെ കൊണ്ട് എവിടെയാ വെക്കുക? നിങ്ങൾക്കൊന്നും അറിയൂ, വേദനിക്കുന്ന ഒരു അവാർഡേശ്വരിയാണ് നമ്മുടെ രേണുവക്ക. കാരണം ഈ അവാർഡൊക്കെ എവിടെ കൊണ്ടാണ് വെക്കുക? സ്ഥലമില്ല. പുതിയൊരു സ്ഥലം പുത്തിരിക്കണ്ടി മൈതാനത്ത് ചോദിച്ചിട്ടുണ്ട്, അവർ കൊടുക്കുകയാണെങ്കിൽ അവാർഡൊക്കെ അവിടെ സൂക്ഷിക്കാനാണ് വിചാരിച്ചത്. കാര്യം എന്ന് വെളിയിൽ ഇറങ്ങിയാലും അപ്പോൾ അവാർഡ് കിട്ടുകയാണെന്ന്. സുധിച്ചേട്ടൻ ആണ്ടിനും സംക്രാന്തിക്കും അല്ലേ ഉള്ളൂ നല്ല എന്താ പറയുക നല്ലൊരു അവാർഡ് കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളത്. പക്ഷെ ഇത് അതുപോലാണോ? ഇത് എന്നും അവാർഡാ. നിങ്ങൾ ആ ഒരു മനസ്സ് അല്ലെങ്കിൽ ആ വേദനിക്കുന്ന ഒരു ഹൃദയത്തെ നിങ്ങൾ മനസ്സിലാക്കാണ്ട് പോകരുത്. നമ്മൾ ചെയ്യാത്ത കാര്യങ്ങൾ അല്ലെങ്കിൽ മനസ്സാ വാച കർമ്മണ അറിയാത്ത കാര്യങ്ങളൊക്കെ പറയുമ്പോഴാണ് അതുള്ള കാര്യം കേട്ടോ. മനസ്സേയും വാച അറിഞ്ഞു, പക്ഷെ കർമ്മണ അറിഞ്ഞിട്ടില്ല. കർമ്മണ അറിയാത്ത കാര്യം എന്തിനാണ് നിങ്ങൾ പറയാൻ പോകുന്നത്? ചേച്ചി എന്തോരം വേദനിക്കുന്നുള്ളത് നിങ്ങൾക്ക് അറിയോ? കർമ്മണ അറിയാത്തോണ്ടാ. അടുത്ത പ്രാവശ്യം കർമ്മണനെ അറിയിച്ചിട്ട് വേണം മനസ്സാവാചിന്റെ അടുത്ത് പറയാൻ. കാര്യം മനസ്സാവാചിക്കറിയാം, പക്ഷെ കർമ്മണക്ക് അറിയത്തില്ലായിരുന്നേ. സത്യം പറഞ്ഞ വിഷമം തോന്നുന്നത് അതാണ് സംഭവിച്ചത്. അതുപോലെ സുധിച്ചേട്ടൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ഫോട്ടോ ഒരു ദിവസം ഞാൻ വന്നപ്പോഴത്തേന് കുഞ്ഞ് ഋതപ്പൻ പിരികം വരച്ച് കണ്ണെഴുതി പൊട്ടുവിട്ട് വെച്ചേക്കുന്നത് സുധിച്ചേട്ടൻ. അച്ഛനെ സുന്ദരനാക്കിയതാണ്. ഞാൻ മോനെ അങ്ങനെ ചെയ്യരുത്, പിന്നെ അതെല്ലാം ഞാൻ തുടച്ച് വൃത്തിയാക്കി. കുഞ്ഞുങ്ങൾ അങ്ങനെയാണ്. പിന്നെ അതെ, കുഞ്ഞുങ്ങൾ അങ്ങനെയാണ്. കാരണം അച്ഛനോടുള്ള സ്നേഹം കൊണ്ട് അച്ഛൻ്റെ ഫോട്ടോ കാണുമ്പോൾ അതിലൊക്കെ വരച്ച് വെക്കുക. പക്ഷേ നമ്മുടെ രേണുവൊക്കെ അതവിടെ വിലക്കിയിട്ടുണ്ട്. മക്കളെ അങ്ങനെ ചെയ്യരുത്, അത് തെറ്റാണ്, ഒരിക്കലും ചെയ്യാൻ പാടില്ല. ഇപ്പൊ ആര്? രേണുവക്ക ആ ഫോട്ടോ എന്നിട്ട് നമ്മുടെ രേണുവക്ക കുഞ്ഞിൻ്റെ അടുത്ത് പറഞ്ഞ് ഇത് അവിടെ വെക്കണ്ടേ അല്ല, പിന്നെ എവിടെയാണ് വെക്കേണ്ടതെന്ന് വളരെ സുരക്ഷിതമായിട്ട് കണ്ടോ. ജിപ്സം എന്തോ ഇതിന് പറയുന്നത്, ജിപ്സോ എന്ന് പറയുന്ന സാധനം നമുക്ക് ഈ ആണി വെച്ച് അടിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഓരോരുത്തർ ഗിഫ്റ്റ് ചെയ്യുന്ന നമ്മളിവിടെ മാറ്റി വെക്കും. അത് കഴിഞ്ഞിട്ട് നമ്മളത് സ്ക്രൂ ഒക്കെ വെച്ചിട്ട് വേണം ഇത് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇതെൻ്റെ വൺ ഓഫ് ദി ഫേവറേറ്റ് പിക്കാണ്. ഇത് എനിക്ക് വേണ്ടിയിട്ട് ചേട്ടൻ എടുത്തു തന്ന പിക്കാണ്. സ്റ്റാർ മാജിക് തമാർ പടാറുള്ളപ്പോൾ ആദ്യമായിട്ട് ചെന്നപ്പോൾ ഈ ഷർട്ടൊക്കെ അവിടെ നിന്ന് കൊടുക്കുന്ന ഷർട്ടാണ് കേട്ടോ, തിരിച്ചു കൊടുക്കണം. അപ്പം എന്ത് ഭംഗിയാ ചേട്ടനെ കാണാൻ. എനിക്ക് സുന്ദരൻ, എന്റെ സുധിച്ചേട്ടൻ ഭയങ്കര സുന്ദരനാന്ന് തെളിയിക്കുന്ന ഒരു ഫോട്ടോയാണ്. ഈ ഫോട്ടോ ഒക്കെ എവിടെ വെച്ചേക്കുന്നത്? അലമാരിയുടെ പുറത്ത്. അപ്പൊ നിങ്ങൾ ചോദിക്കായിരിക്കും ഭിത്തിയെ തൂക്കാൻ പറ്റത്തില്ലടാ, കാരണം അത് ജിപ്സം ബോർഡ് വെച്ച് ചെയ്തേക്കുന്ന സാധനമാണ്. ശരിയാണ്, എങ്ങനെ ചെയ്യാനാണ്?
അല്ലേ? കാര്യം സുരക്ഷിതമായിട്ട് വേറെ എവിടെ സൂക്ഷിക്കുമോ അത്? കാരണം കുഞ്ഞൊന്ന് പടം വരച്ച് കളയാണ്. എന്ത് ചെയ്യാനല്ലേ? നിങ്ങൾക്ക് ഞാൻ വേറൊരു സാധനം കാണിച്ചു തരാം. ഞാൻ കുറേ നാളായിട്ട്, വർഷങ്ങളായിട്ട് ഞാൻ സൂക്ഷിച്ച് വെച്ചേക്കുന്ന ഒരു സാധനമാണ് നിങ്ങളെ കാണിച്ചു തരാം. നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്, അയ്യോ ഞാൻ വെയിറ്റാ, എൻ്റെ ഒരു പഴയ പെട്ടിയാണേ. കുറച്ച് ഇങ്ങോട്ട് പെട്ടിയ പെട്ടിക്കകത്തുള്ള എന്തോന്ന് ഞാൻ കാണിച്ചു തരാം. ഇവിടെ എല്ലാം പൊടിയൊക്കെ പിടിച്ചിട്ടുണ്ട്. പെട്ടിയുടെ പുറത്താണേ. ഇത് ഇങ്ങനെ തുറക്കാനുള്ള കുറച്ച് സാധനം. ഇത് പൂട്ടിയിട്ടൊന്നുമില്ല, അല്ലാതെ ഇതിൻ്റെ നോർമൽ ലോക്ക് മാത്രമേ ഉള്ളൂ. ഇതിനി ഞാൻ തുറന്ന് കാണിക്കാം. ഇതുണ്ടോ സുഹൃത്തുക്കളെ, ഇത് എൻ്റെ പണ്ടത്തെ ഞാൻ വായിച്ചുകൊണ്ടിരുന്ന ഇയർ ബുക്ക് സാധനങ്ങളൊക്കെ, പിന്നെ എൻ്റെ കുറേ ബാലരമ, പിന്നെ പണ്ടത്തെ ഇൻസ്ട്രുമെൻറ്റ് ബോക്സ്, ഇങ്ങനെ കുറേ സാധനമുണ്ട്. ഇതിനകത്ത് ഞാൻ കാണിച്ചു തരാം. എന്ത് ചെയ്ത് പണ്ട് ഈ ബാലരമയുടെ കൂടെ ഒക്കെ ഫ്രീ കിട്ടിയേക്കുന്ന സാധനങ്ങൾ ഇതൊക്കെയായിരുന്നു. ഇത് ഞാൻ ഒരു നൊസ്റ്റാൾജിക്ക് വേണ്ടിയിട്ട് സൂക്ഷിച്ച് വെച്ചേക്കുന്നതാണ്. ഞാനിതൊക്കെ സൂക്ഷിച്ച് വെച്ചു എന്ന് പറയുമ്പോഴും ഇതൊക്കെ ഒരു നൊസ്റ്റാൾജി, ആ ഒരു വൈബിൽ മാത്രം എടുത്തേക്ക് സാധനമാണ്. പിന്നെ ഇത് മാത്രമല്ല, നമ്മുടെ പണ്ടത്തെ സ്കൂളിൽ പഠിച്ചിരിക്കുന്ന ഫോട്ടോസ്, പിന്നെ ഇതിൻ്റെ റെക്കോർഡ്, അതൊക്കെ അതിനകത്ത് അതിൻ്റെ അടിയിൽ എളുപ്പമുണ്ട്. കാര്യം എടുത്തു കഴിഞ്ഞാൽ മൊത്തം കൂടെ ഇങ്ങനെ അലങ്കോലമായിട്ട് പോകും. അതുകൊണ്ടാണ് അങ്ങനെ തന്നെ വെച്ചേക്കുന്നത്. പിന്നെ 1-2 ഫോട്ടോസ് എൻ്റെ അലമാരിയിൽ ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട്. ഈ സാധനങ്ങളൊക്കെ കെയർഫുൾ ആയിട്ട്, കാര്യം പണ്ടത്തെ ഫോട്ടോസൊക്കെയാണ് സ്കൂളിൽ പഠിച്ചിരിക്കുന്നത്. അതൊന്നും അന്ന് ഈ ഫോണോ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നതല്ല. അതിപ്പോഴും ഞാൻ സൂക്ഷിച്ച് വെച്ചാൽ അത്രയും കെയർഫുൾ ആയിട്ട് തന്നെ നോക്കുന്ന സാധനങ്ങളൊക്കെയാണ്. ഇവിടെ നിങ്ങൾ ഇപ്പോൾ ഇത് കാണുമ്പോൾ വിചാരിക്കും ഞാൻ എന്താ ബാലരമ വെച്ചിട്ടാണോ ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്യുന്നതെന്നൊക്കെ. ഞാൻ ഇവിടെ ഉദ്ദേശിച്ച മറ്റൊന്നുമല്ല, നമുക്ക് അത്രത്തോളം ഇഷ്ടപ്പെട്ടൊരു സാധനമാണെന്നുണ്ടെങ്കിൽ അത് സൂക്ഷിക്കാനെ കൊണ്ട്, ഇത് ജിപ്സം ബോർഡാണ്, അവിടെ ആണി അടിക്കാൻ പറ്റില്ല, ഇവിടെ ഇത് ചെയ്യാൻ പറ്റില്ല, അങ്ങനത്തെ സാധനങ്ങളൊന്നും അല്ലടേ. ഇത് വളരെ കൃത്യമായിട്ട് നമുക്ക് എവിടെയെങ്കിലും സുരക്ഷിതമായിട്ട് ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ലാത്ത രീതിയിൽ അവർക്ക് സൂക്ഷിക്കാമല്ലോ. പക്ഷേ ഇവർ അതൊന്നും അല്ലല്ലോ ചെയ്തേക്കുന്നേ. എന്നിട്ട് അപ്പുറത്ത് വന്നിട്ട് ഭയങ്കര നന്മയാണ്. അയ്യോ, ഞാൻ മാട്രിയിൽ നിന്ന് വിട്ടു. നമ്മൾ രേണുവൊക്കെ ഫാനാണേ. ബാക്കിയും കൂടെ ചേച്ചി പറഞ്ഞാട്ടെ. സൂചിന്റെ പെർഫ്യൂം ഞാൻ അവിടെ വെച്ച് കഴിഞ്ഞാൽ മോനത് എടുത്ത് പൊട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് ഒരിക്കലും തിരിച്ചു കിട്ടാത്തതാണ്. ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കുഞ്ഞിന്റെ കണ്ണിപ്പെടാതെ ഞാൻ അടുത്ത് സൂക്ഷിച്ചു വെക്കുന്നതാണ്. അല്ലാതെ സൂചിന്റെ അവാർഡ് എടുത്ത് ഞാൻ നശിപ്പിച്ചതൊന്നുമല്ല. നിങ്ങൾ ദയവ് ചെയ്ത് നിങ്ങൾ പറഞ്ഞോളൂ, കാര്യം അറിയാതെ ക്രിറ്റിസൈസ് ചെയ്യാനോ. ഒരു 50ഓളം എനിക്ക് തോന്നുന്ന ബ്ലോഗർമാർ ഇറങ്ങിയത് ഞാനൊന്നും കണ്ട, എന്റെ ഫ്രണ്ട്സ് വിളിച്ച് പറഞ്ഞതാണ്. എവിടെ നിന്നാലും സമാധാനമില്ലാത്തൊരു അവസ്ഥയാണ് അതാണ്. എന്തിനെന്നെ ഇങ്ങനെ വേദനിപ്പിക്കണേ? എത്ര തവണയായിട്ട് നമ്മുടെ രേണുവൊക്കെ ചോദിക്കണ്. പക്ഷേ രേണുവൊക്കെ ഞാൻ മുമ്പും പറഞ്ഞുള്ള ആ ഒരു പ്രോബ്ലം ഉണ്ട്, ഡബിൾ സ്റ്റാൻഡിങ് സിൻഡ്രം ഓഫ് ദി വിക്കിപീഡിയ. കാരണം മുമ്പ് ഒരു ഇന്റർവ്യൂവിനകത്ത് നമ്മൾ ലാസ്റ്റ് റോസ്റ്റ് ചെയ്തപ്പോഴും നമ്മൾ പറഞ്ഞതാണ്. അതിനകത്ത് ഞാൻ ആ വിഷ്വൽസ് വേണമെങ്കിൽ ഒന്നുകൂടെ ഇവിടെ വെക്കാം. നെഗറ്റീവ് കിട്ടിയ കൂടുതൽ എനിക്ക് ഊർജ്ജമാണ് തരുന്നത്. എന്നാന്നറിയത്തില്ല, മുന്നോട്ട് പോകാൻ ഊർജ്ജമാണ് ഓരോ നെഗറ്റീവ് ഇഷ്ടപ്പെടുവാണോ? അതെ, ഇഷ്ടപ്പെടുവാണ്. അങ്ങനെയാണ്, എനിക്ക് ഇഷ്ടമാണ്. എനിക്ക് ഓരോ ദിവസവും മുന്നോട്ട് പോകാൻ ഓരോ ഊർജ്ജമാണ് നെഗറ്റീവ്സ്. എനിക്ക് ഈ വരുന്ന നെഗറ്റീവ്സും വിമർശനങ്ങളൊക്കെ ഭയങ്കര ഊർജ്ജമാണെന്ന്. എന്നിട്ട് എന്തൊരു പറ്റി ചേച്ചി, ഈ ഊർജ്ജമൊക്കെ ചോർന്നു പോകും, ഇടയ്ക്കിടയ്ക്ക് ചോർന്നു പോവാന്ന്. ചാർജ് ആക്കടേ. ആരെങ്കിലും മറ്റേ ഹീറോ എന്ന് പറയുന്ന നമ്മുടെ പൃഥ്വിരാജിന്റെ പടം കാണിച്ചു കൊടുക്ക്, ഒന്ന് ചാർജ് ആവട്ട്, പവർ കയറട്ട്. കേൾക്കുമ്പോൾ തന്നെ ഞാൻ ചാർജ് ആവും. നമ്മൾ ചെയ്ത കാര്യവും ചെയ്യാത്ത കാര്യം എല്ലാം മിക്സഡ് ആക്കി ക്രിറ്റിസൈസ് ചെയ്തുകൊണ്ട് ഇപ്പൊ എന്റെ മൂത്ത മോന്റെ വ്ളോഗായിരുന്നു, അവര് പറഞ്ഞില്ല, അവർ വ്ളോഗ് ചെയ്തു പാവം. അപ്പൊ കുഞ്ഞു പറഞ്ഞിട്ടില്ല, ഇളയത് പറഞ്ഞിട്ടില്ല. ഞാനത് സത്യം പറഞ്ഞ തിരക്കാണ്ട് ഞാൻ കണ്ടു നോക്കിയില്ല, കണ്ടവരാണ് പറഞ്ഞത്. അതാണ് കണ്ടവർ പറഞ്ഞത്. നമ്മളൊന്നും കണ്ടിട്ടില്ല. രേണുവൊക്കെ എന്തും ഇങ്ങനെ റിയാക്ഷൻ വീഡിയോ ആരുടെ ഒന്നും കാണാറില്ല. പക്ഷെ എല്ലാവരുടെയും പേരെടുത്ത് പറഞ്ഞിട്ട് ആ വീഡിയോക്കകത്ത് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പോയി കംപ്ലൈൻറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാറുണ്ട്. പക്ഷെ ആരുടെ വീഡിയോസ് കാണാറില്ലേ. കൊച്ചുവിൻ്റെ ആണെങ്കിൽ പോലും ആ ഒരു വീഡിയോ അബദ്ധത്തിൽ പറ്റിപ്പോയതാണെന്നൊക്കെ നിങ്ങൾ വിചാരിക്കും. അതായത് രേണുവൊക്കെ ഒരു അബദ്ധം പറ്റിപ്പോയില്ല, കാര്യം കിച്ച് വന്ന് തൂക്കിയല്ലോ എന്ന് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നും. പക്ഷെ അല്ല ഗൈസ്, കാര്യം ആ കൊച്ചുകുട്ടി അതൊന്നും നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സുധിച്ചാണ്ട് ഈ സാധനങ്ങളെല്ലാം എടുത്ത് ചാക്കിനകത്താക്കി കെട്ടി പൊതിഞ്ഞ് കട്ടിലടി കൊണ്ടിട്ടേക്കുന്നത്. ചാക്കിനകത്താക്കിയിട്ട് എൻ്റെ പൊന്നടാ, നമ്മുടെ അക്ക അക്ക സ്തോത്രം. അപ്പോൾ അതാണല്ലത്. എൻ്റെ അവാർഡ് എടുത്ത് ഞാൻ മോളിൽ വെച്ചിട്ട് സൂചിച്ചേട്ടൻ്റെ അവാർഡ് എടുത്ത് ഞാൻ കളഞ്ഞവളല്ല. സൂചിച്ചേട്ടനെ കളഞ്ഞിട്ടില്ല, പിന്നെ ഞാൻ എങ്ങനെയാണ് സൂചിച്ചേട്ടൻ്റെ അവാർഡ് കളയുന്നത്? ഇതാണ് ഞാൻ പറഞ്ഞത്, ഡബിൾ സ്റ്റാൻഡിങ് സിൻഡ്രം ഓഫ് ദി വിക്കിപീഡിയ. കാരണം മുമ്പ് ചേച്ചി ഇങ്ങനൊന്നും അല്ല പറഞ്ഞത്. കാര്യം സുധിച്ചേട്ടൻ്റെ തണലിലല്ല ഞാൻ ജീവിക്കുന്നത്, സുധിച്ചേട്ടൻ മരിച്ചു പോയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പൊ വന്നോട് പറയാണ് സുധിച്ചേട്ടനെ ഞാൻ കളഞ്ഞിട്ടില്ല. പക്ഷേ ഇങ്ങനെയാണ് ഞാൻ സുധിച്ചേട്ടൻ്റെ ഈ അവാർഡ് കൊണ്ട് കളയുന്നത്. കഴിയില്ല. ചേച്ചിയുടെ മനസ്സാരും മനസ്സിലാക്കാണ്ട് പോകണു. അവാർഡ് എന്റെ അവാർഡ് വേണമെങ്കിൽ കുഞ്ഞ് അറിയാതെ പൊട്ടിച്ചാലും നമുക്ക് പൊട്ടിച്ച് എന്തെങ്കിലും ചെയ്യാം, താഴെ പോകുന്നൊക്കെ പൊട്ടും. പക്ഷെ സൂചിച്ചേട്ടൻ്റെ അവാർഡ് അങ്ങനെ പോലും പൊട്ടരുതെന്നുള്ള ഒരു ഒറ്റ ഇതിലാണ് ഞാനെടുത്തത് സൂക്ഷിച്ചു വെച്ചത്. അത് ഇത്ര വലിയ പ്രശ്നമാകുന്നൊന്നും ഞാൻ കരുതി. അതാണ് എന്തിനാണ് നിങ്ങളിങ്ങനെ വേദനിപ്പിക്കുന്നത് നമ്മുടെ ചേച്ചീനെ? കാര്യം എന്ത് തെറ്റാണ് ചെയ്തത്? കട്ടിലിൻ്റെ അടിയിൽ കൊണ്ട് വെച്ചു, എന്ത് പ്രശ്നം എന്താ? ചിലപ്പോൾ നാളെ ഞങ്ങളത് റോഡിൽ വലിച്ചെടുന്നെന്ന് വരും. അതൊന്നും പ്രശ്നമുള്ള കാര്യം, നിങ്ങൾ ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ലെന്ന്. ശരിയാ, ചിലവിന് കൊടുപ്പ് ടീംസ് എന്നെ കൊല്ലാണ്ടിരുന്നാൽ മതിയായിരുന്നു. എന്തെങ്കിലുമൊക്കെ ആട്ടെ. ഇനി ഇതേ ഡയലോഗ് തന്നെ അടുത്തൊരു ചാനലിനകത്തും വന്നിട്ട് പറയുന്നുണ്ട്, അതുകൊണ്ട് നമുക്കൊന്ന് കേൾക്കാം. വീഡിയോ ഒന്ന് കണ്ടു,
എൻ്റെ പൊന്നടാവേ, ഞാൻ അറിയാൻ മേലാത്തൊരു കാര്യം ചോദിക്കട്ടെ. ഈ ബോബന് മുകളിൽ പട്ടീനെ പോലെ ഈ പ്രതീക്ഷ 24 മണിക്കൂറും കൂടെ നടക്കുന്നുണ്ടല്ലോ. എനിക്ക് മനസ്സിലാവണല്ലോ. അവരൊരുമിച്ച് ഇങ്ങനെ നടക്കുമെന്നൊക്കെ പറഞ്ഞ പ്രശ്നമായിട്ടൊന്നും പറഞ്ഞല്ലടി. പക്ഷേ എപ്പോൾ മീഡിയയുടെ മുന്നിൽ വന്നാലും തൊട്ടപ്പുറത്ത് മറ്റേ പ്രതീക്ഷയും കാണും. എങ്ങനെയാണോ എന്തോ അവാർഡ് മാറ്റി വെച്ചു എന്ന് പറഞ്ഞു. അത് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നമ്മുടെ കുഞ്ഞ് ഋതപ്പൻ ആ പ്രായമാണ്, കുഞ്ഞാണ്. അപ്പോൾ അവൻ അതെടുത്ത് നശിപ്പിച്ചത് പാത്തിരുന്ന് കളിക്കും. അവൻ അതെടുത്തിട്ട് ചിലപ്പം തടിയല്ലേ, അത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് ഉണ്ടാക്കാൻ പറ്റത്തില്ല നമുക്ക്. ആണ്. അപ്പോഴും രേണുവക്കയുടെ ഇതേലും നമുക്ക് തൊട്ടിട്ടില്ല. കാര്യം അറിയാമല്ലോ, രേണുവക്ക ഞാനതെടുത്ത് സൂക്ഷിച്ച് വെച്ചതാണ് ഓരോ അവാർഡുകൾ. കാരണം നമുക്കിനി മുന്നോട്ട് എന്തെങ്കിലും കാര്യങ്ങൾക്ക് അവാർഡ് വെക്കാനുള്ള സാധനങ്ങളൊക്കെ നമ്മൾ സെറ്റ് ആക്കിയിട്ട് വീണത്ത് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. കമന്റ് ബോക്സിൽ വന്നേക്കുന്നതാണ് രേണുവിന്റെ അവാർഡ് എടുത്തിട്ട് മുകളിൽ വെച്ചു, സുധിച്ചേട്ടന്റെ അവാർഡ് എടുത്തിട്ട് കട്ടിലിന്റെ അടിയിൽ വെച്ച് ഒളിപ്പിച്ചു. നമ്മുടെ പ്രതീക്ഷയെ സപ്പോർട്ടിങ് കേട്ടോ. കാര്യം എങ്ങാനും കയ്യിൽ നിന്ന് ഡയലോഗ് പാളി കഴിഞ്ഞാൽ അപ്പം കയറി പിടിച്ചിട്ട് കമന്റ് ബോക്സ് എങ്ങനെ പറഞ്ഞു, നമ്മുടെ അക്ക അങ്ങനെയല്ല. രേണുവിന് ഒരു മാസം കൊണ്ടല്ലേ ഇത്രയും ഒരു 5 അവാർഡ്. അതല്ല ഞാൻ ഇങ്ങനെ വരുമ്പോൾ അങ്ങനെ എടുത്ത് വെക്കുന്നതല്ലാതെ സൂക്ഷിച്ച് വെച്ചതല്ല. സൂചിച്ചാണ്ട് അതാണ് വരുമ്പോ അങ്ങനെ കിട്ടുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പുറത്തിറങ്ങി അപ്പം അവാർഡ് കിട്ടുവാണെന്ന്. എന്തിനാ ഇങ്ങനെ അവാർഡ് കൊണ്ടെങ്കിൽ ഇങ്ങനെ വീർപ്പ് മുട്ടിക്കണേ? ഇനി ആരും ഇങ്ങനെ അവാർഡ് കൊടുത്ത് ദയവ് ചെയ്ത് നമ്മുടെ രേണുക്കനെ വേദനിപ്പിക്കാണ്ടിരിക്കുക. ഓക്കെ, കുഞ്ഞു കളയാതിരിക്കാൻ വേണ്ടി. കുഞ്ഞല്ലേ, അവൻ ആ പ്രായമാണ്. ചേച്ചിയുടെ മക്കളും കൂടെ അവിടെ വരുമ്പം ഇവർ 3 പേരും കൂടെ ഞാൻ അറിയാതെ ഫോൺ എടുത്ത് കളിക്കും. ഒരു ദിവസം ഞാൻ വീട്ടിൽ ചെന്നപ്പോൾ സൂചിച്ചാണ്ട് പൊട്ടും കണ്ണ് എഴുതിയിരിക്കുന്നു സൂചിച്ചാണ്ട് ഫോട്ടോ. ഞാൻ അച്ഛനെ ഒരുക്കിയതാണ്. നമ്മുടെ മോനെ അങ്ങനെ ചെയ്യരുത്. 5 വയസ്സായതേ ഉള്ളവൻ. അതെ, പ്രായത്തിന്റെ കുസൃതിയാണെന്ന് പറയാം. പക്ഷേ ഈ പ്രായത്തിൽ നിങ്ങൾ കാണിക്കുന്നതിന് എന്താ പറയണ്ടേ? സൂചിച്ചാണ്ട് അവാർഡ് എടുത്ത് ഞാൻ ചവിട്ടുപറ്റി ഇട്ടിട്ട് എൻ്റെ അവാർഡ് ഞാൻ ഫ്രണ്ടിൽ വെച്ചതല്ല. ദയവ് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുമെങ്കിൽ മനസ്സിലാക്കാൻ. എനിക്കിനി ആരെയും ബോധിപ്പിക്കാനും പറ്റുന്നില്ല. എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരുണ്ട്. എന്നെ ഇഷ്ടപ്പെടുന്ന പ്രേക്ഷകരോ? അതാരാ? ഓ, നമ്മുടെ ചെലവിനോട് ടീംസ്. ഓക്കെ ഓക്കെ, ഐ എം സോറി അളിയ. എന്നെ ആരാധിക്കുന്ന പ്രേക്ഷകരുണ്ട്. അവരോട് കൂടി മാത്രമാണ് അവനെ ബ്ലോഗേഴ്സിന് ഒരു സാധനം കിട്ടാൻ നോക്കിയിട്ടാണ് രേണുസുതി എങ്ങനെയാണ് തകർക്കേണ്ടത്. സോ അവർ എല്ലാ ബ്ലോഗേഴ്സും അല്ല കേട്ടോ, ഒരിക്കലും എല്ലാ ബ്ലോഗേഴ്സിനല്ല. ഉണ്ടല്ലോ എൻ്റെ പ്രിയ. നിങ്ങളത് കണ്ടില്ലേ? ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. കുറെ പേര് സപ്പോർട്ടിനുണ്ട് കേട്ടോ. ഉണ്ടല്ലേ? സപ്പോർട്ടിന് ആൾക്കാരുണ്ട്. നേരത്തെ കൈ നിട്ട് പറഞ്ഞ കാര്യം എന്നെ ഇഷ്ടപ്പെടുന്ന കുറെ ആൾക്കാരുണ്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പൊ തൊട്ടപ്പുറത്ത് പ്രതീക്ഷ സപ്പോർട്ട് ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട്. ഉണ്ടോ ശരിക്കും കൂടാ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രതീക്ഷ എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ രേണുക്കനെ മുന്നിൽ നിർത്തും. പ്രതീക്ഷിന് എന്താ വേണ്ടെന്ന് നമ്മൾ മുന്നൊരു വീഡിയോക്കകത്ത് പ്രതീക്ഷിന്റെ വോയിസ് ക്ലിപ്പ് പുറത്തു വന്നപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് നെഗറ്റീവ് വരും, ബട്ട് നെഗറ്റീവ് വന്നാലാണ് പോസിറ്റീവായിട്ട് കുറച്ച് റീച്ച് കയറുള്ളൂ. പ്രതീക്ഷിനാണെങ്കിൽ ഒരു ഫെയിം വേണം. നെഗറ്റീവ് ആണെങ്കിലും കുഴപ്പമില്ല, രേണുക്കയുടെ കൂടെ നിന്നിട്ടുള്ളൊരു ഫെയിം. അപ്പം കൂടെ നിന്നിട്ട് ചേച്ചി ഫ്രണ്ടിൽ തന്നെ വേണമെന്ന് പറഞ്ഞു, ഞാൻ ഇവിടെ പുറകെയുണ്ട് ഫുൾ സപ്പോർട്ട് എന്ന് പറഞ്ഞുകൊണ്ട്. എടീ ഞാൻ ഗൈസ് നിങ്ങളുടെ അടുത്ത് പൊതുവായിട്ടൊരു കാര്യം പറയണം. നിങ്ങൾക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടെങ്കിൽ ഒരു നല്ല സുഹൃത്ത് എങ്ങനെയാണോ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം. ഇതുമായിട്ടൊന്നും ബന്ധപ്പെടുത്തി പറയുന്നതേ അല്ല കേട്ടോ. അനാവശ്യമായി എന്നെ പ്രോത്സാഹിപ്പിച്ച് പല തവണ കുഴി ചാടിച്ചിട്ടുള്ളവനാണ് നീ. നിനക്ക് ആത്മവിശ്വാസം തരുന്നത് എന്റെ തെറ്റല്ലേ? എടാ, കഴിവില്ലാത്തവനോട് കഴിവില്ല എന്ന് തുറന്നു പറയുന്നവനാണ് യഥാർത്ഥ സുഹൃത്ത്, അല്ലാണ്ട് ഈ ആത്മവിശ്വാസം ഉണ്ടാക്കണവനല്ല. ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു ബൂസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ അവസ്ഥ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് ആലോചിച്ച് നോക്കുക. പ്രിയപ്പെട്ടവരെ, ഇതാണ് അവസ്ഥ. ചൂടാ പാവം നമ്മുടെ ചേച്ചിയുടെ അവസ്ഥ ഇതാണ്. ഇത്തിരി ഇങ്ങനെ എതിരിപ്പിക്കണേ. പിന്നെ ഇതിനകത്ത് ഞാൻ കാര്യമായിട്ടുള്ള ഒരു കാര്യവും ഞാൻ പറയുന്നില്ല. എന്തിന് പറയാനുള്ളതൊക്കെ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടില്ല. ഇവരെന്താണ് ഉപയോഗിക്കുന്നത്? കാര്യം ഇവരുടെ ചാനലിനകത്തോടെ സെപ്പറേറ്റ് ഒരു വീഡിയോ ഒക്കെ ഇട്ടിട്ട് അതിനകത്തുനിന്ന് കുറച്ച് നന്മ ഒക്കെ അടിക്കാനെ കൊണ്ട് ശ്രമിക്കുകയാണ്. പക്ഷെ എന്ത് ചെയ്യാനാണ്? സ്വന്തം മകൻ തന്നെ തൂക്കിയല്ലോ അതാ എന്ന് പറയുന്ന പോലത്തെ ഒരു അവസ്ഥയാണ്. എന്തായാലും അങ്ങനെ ഒരു വീഡിയോ വന്നതുകൊണ്ട് ഇപ്പം ഇങ്ങനത്തെ കാര്യങ്ങൾ കൂടി അവിടെ നടക്കുന്നുണ്ടെന്നുള്ള കാര്യങ്ങൾ എല്ലാവർക്കും മനസ്സിലായി. പല കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. രേണുവിനെ ഞാൻ ഇതുവരെ വിമർശിച്ചേക്കുന്ന ഒരു വ്യക്തിയല്ല. രേണുവിനെ എല്ലാ കാര്യത്തിലും സപ്പോർട്ട് ചെയ്തിരുന്ന ഒരു വ്യക്തിയായിരുന്നു. പക്ഷേ ഈ ഒരു കാര്യത്തിൽ ഒരു രീതിയിലും രേണുവിനെ വിമർശിക്കാതിരിക്കാൻ എനിക്ക് കഴിയുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഒരാൾ ഇട്ടേക്കുന്ന ഒരു കമൻറ്റ് ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ കുറേ ആൾക്കാർ എന്തിനാണ് എന്നാലും ആ സുധിച്ചേട്ടൻ ഇടയെ എന്തോരം തെറിവിളിയാണ് ഇവർ ആ പുള്ളിക്കാരനെ വാങ്ങിച്ചു കൊടുത്തുകൊണ്ടിരിക്കുന്നത്. മരണപ്പെട്ടതിന് ശേഷം കുറേ ആൾക്കാർക്ക് ഒരു ഇഷ്ടമുണ്ടായിരുന്നു. ആ ഇഷ്ടം പോലും വെറുപ്പായിട്ട് മാറുന്ന രീതിയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു കൂട്ടുന്നുണ്ട്. എന്തായാലും നമ്മളൊക്കെ ബിഗ് ബോസിലോട്ട് വരുന്നുണ്ട്. ബിഗ് ബോസ് നിങ്ങൾ വരണം. കാരണം ഡബിൾ സ്റ്റാൻഡിങ് സിൻഡ്രോം ഓഫ് ദി വിക്കിപീഡിയ ഉള്ള ആൾക്കാർക്ക് പറ്റിയ സ്ഥലമാണ് ബിഗ് ബോസ്. നമുക്ക് കുറച്ച് എന്റർടൈൻമെന്റ് ഒക്കെ ആയിരിക്കും. നിങ്ങൾ അവിടെ പൊളിക്കണം, അത്രയേ ഉള്ളൂ പറയാനെ കൊണ്ട്. നമുക്ക് എന്തായാലും പുറത്തുനിന്ന് പരിപാടിയൊക്കെ കണ്ട് നമുക്ക് ആസ്വദിക്കാം. അപ്പൊ ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് എന്താ തോന്നിയെന്നുള്ളത് തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ ആയിട്ടാണ്. അപ്പൊ ശരി, ബൈ.